ഹായ് ഓൾ, തായ്വാനിലെ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായിട്ടുള്ള ടരോക്കോ നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടരോക്കോ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിലായിട്ടാണ്. മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടുന്ന് നമുക്ക് 10 മിനിറ്റ് നടന്നാൽ നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ടരോക്കോ ലീക്കു ഹോട്ടലിലേക്ക് എത്താൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ആംബിയൻസിലാണ് ഈ ഒരു ലീക്കു ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത്. റൂമിൻ്റെ പ്രത്യേകത ഈ ഒരു വിൻഡോയാണ്. നമുക്ക് ഈ വിൻഡോ ഒന്ന് മാറ്റി നോക്കാം എന്താണ് കാണുന്നത്. വാവ്, നമുക്ക് ഹ്വാളിയൻ മൊത്തം കാണാം ഈ വിൻഡോയിൽ നിന്നാൽ. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹ്വാളിയൻ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടുന്ന് ഹ്വാളിയൻ കണ്ടിട്ട് തിരിച്ചു പോകാൻ തോന്നും. അതുപോലത്തെ കാഴ്ചയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഹ്വാളിയൻ നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശാലമായി കിടക്കുന്ന വനഭൂമിയും കുന്നുകളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ നമുക്ക് ടരോക്കോ നാഷണൽ പാർക്കിലേക്ക് പോകാനായിട്ട് 310 നമ്പർ ടൂറിസ്റ്റ് ഷട്ടിൽ ബസ് ഉണ്ട്. അതിൽ കയറിയാൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമുക്ക് ടരോക്കോ നാഷണൽ പാർക്ക് വിസിറ്റർ സെൻറ്ററിൽ എത്താൻ സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ ചിൻചങ് സ്റ്റേഷനിൽ നിന്നും ടരോക്കോ നാഷണൽ പാർക്ക് ടൂറിസ്റ്റ് സെൻറ്റർ മാനേജ്മെൻറ്റ് ഓഫീസിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഷഗഡാങ് ട്രെയിലിലാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. എന്തായാലും ഇവിടുത്തെ ഈ പച്ചപ്പും ഹരിതാപവുമാണ് നമ്മളെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്നത്. ടരോക്കോ നാഷണൽ പാർക്കിലെ ട്രെയിലുകളുടെയൊക്കെ പ്രത്യേകത തന്നെ പ്രശ്നങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ റോക്ക് വീഴുന്ന ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ബോർഡ് സൈൻസ് ഒക്കെ നമ്മൾ വായിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ റോക്ക് ഫാൾ കാരണം ടെമ്പറലി ക്ലോസ്ഡ് ആണ് നമ്മുടെ ഈ ഷഗഡാങ് ട്രെയിൽ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് നോർത്ത് സെക്ഷൻ ഓഫ് ടെറസ് ട്രെയിലാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ട്രെയിലാണ്. കാരണം നടക്കാനായിട്ട് ഇത്തരത്തിലുള്ള പാതകൾ ഒരുക്കിയിട്ടുണ്ട്. വെയിലുണ്ട്, എന്നാലും മരങ്ങളുടെ ചെറിയ തണലുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ പോയാൽ നമുക്ക് താഴ്വരകൾ, മനോഹരമായ താഴ്വരകളും ഒപ്പം അതിനിടയിൽ കൂടെ അരുവി ഒഴുകി വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ 2 പേരുണ്ട്, ഡാലി ട്രെയിലും ഡെക്കലൂൺ ട്രെയിൽ. ഡാലി ട്രെയിൽ, ഡെക്കലൂൺ ട്രെയിൽ, ഇതൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്ന കറക്റ്റാണെന്ന് അറിയാം, എന്നാലും ഇതാണ് ഇതിൻ്റെ പേരുകൾ. അപ്പോൾ ഈ ട്രെയിൽ പോകണമെങ്കിൽ നമ്മൾ ഇതുവഴി നേരെ മുകളിലേക്ക് കയറണം. അപ്പോൾ ടെറസൊക്കെ കഴിഞ്ഞു, ഇനി ചെറിയ നടപ്പാതകൾ മാത്രമേ ഉള്ളൂ. ഈ നടപ്പാതയിലൂടെ വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഒരു നോട്ടീസ് ബോർഡ് കാണാം. നമുക്ക് ആ നോട്ടീസ് ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം, എന്നിട്ട് മുന്നോട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കാം. ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇതുപോലെ പാമ്പിൻ്റെയൊക്കെ ശല്യമുണ്ട്. പോയിസണസ് ആയിട്ടുള്ള പാമ്പുകളും വൈൽഡ് ആനിമൽസിലെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഗ്രീൻ പാമ്പാണ്. അപ്പോൾ ഗ്രീൻ പാമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല പെട്ടെന്ന്. ഒപ്പം സ്ലിപ്പറി ആയിട്ടുള്ള റോഡുകളുമാണ്, റോക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ ചിലപ്പോൾ തിരിച്ചു പോകാമെന്നൊക്കെ തോന്നും. ടൊറോക്കോ നാഷണൽ പാർക്ക് കാണാനാണല്ലോ നമ്മൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 കൽപ്പിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും ഈ വഴി എന്ന് പറയുന്നത് എല്ലാവരും നടന്ന് പുല്ലൊന്നും കിളിക്കാതെ നല്ല മനോഹരമായിട്ടുള്ള വഴിയാണ്. ഒപ്പം ഈ ഇത്രയും വലിയ വെയിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നമുക്ക് നല്ല കുളിര് കോരുന്ന പോലത്തെ കാറ്റും ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടുന്ന് 1.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ട്രെയിലിൻ്റെ നീളം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ, ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ട്രെയിലിൽ നമ്മൾ 2 മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊരു ചേട്ടനെ നമ്മളിവിടെ ട്രെയിലിൽ കണ്ടുമുട്ടി. അപ്പോൾ ഇതേ മറ്റൊരു ബോർഡ്, ഡെക്കലൂൺ ട്രെയിൽ എൻഡിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ എന്നുള്ളത്. നമ്മൾ അതുകൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് പേരൊക്കെ ട്രെയിൽ സന്ദർശിച്ച് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ദേവും അടുത്ത് കിട്ടിയ ഒരു സീറ്റിൽ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബോർഡ് നോക്കുമ്പോൾ ഡാലി വില്ലേജ്, ഇവിടെ ഒരു അബോറിജിനൽ വില്ലേജ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഡാലി വില്ലേജ് 2.5 കിലോമീറ്റർ, 2534 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഡാലി വില്ലേജിലേക്ക് ചെല്ലാൻ പറ്റും. ടറോക്കോ ടെറസ്, ഡാലി ട്രെയിൽ കഴിഞ്ഞ് പിന്നെയും പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഡാലി വില്ലേജിൽ, അവിടെ മിക്കവാറും അബോറിജിനൽസ് താമസിക്കുന്ന സ്ഥലമായിരിക്കാം ഇവിടുത്തെ. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഷിനിയൻ കോയിൽ, ബൈ ബൈ. അപ്പോൾ അവർ പറഞ്ഞത് ഷിനിയൻ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ തായ്വാനിലെ ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി ആയിരുന്നു നമ്മുടെ തായ്വാനിലെ ചൈനീസ് ന്യൂ ഇയർ, ലൂണാർ ന്യൂ ഇയർ. അപ്പോൾ അതാണ് അവർ പറഞ്ഞത് ഷിനിയൻ കോയിൽ.
550 സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ട്രെയിനിൻ്റെ പീക്കിൽ ഓക്കെ ആകുമെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ കിതപ്പൊക്കെ തോന്നും, അതൊക്കെ കുഴപ്പമില്ല. 550 കൂടെ കയറുമ്പോൾ ഓക്കെ ആവുന്ന. അപ്പോൾ ഇവിടെ ഈ ഓക്കെ എഴുതി വെച്ചേക്കുന്ന ഈ പാറ കണ്ടോ, ഒരു മരം അതിൻ്റെ വേര് കൊണ്ട് വരിഞ്ഞ് മുറുക്കി ഇതിനെ ഞെക്കി അമക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലും നമ്മുടെ കുരുമുളക് ചെടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ട് ഒരുപാട് കുരുമുളക് ചെടികൾ വളരുന്നുണ്ട്. മുളകൊന്നും കായ്ക്കാത്ത ചിലപ്പോൾ ഇങ്ങനെ ഇത്ര എരമ്പായതുകൊണ്ടായിരിക്കും. അണയ്ക്കാൻ തുടങ്ങി. അയ്യോ, അങ്ങനെ നമ്മൾ 550 സ്റ്റെപ്പ് കൂടെ കയറിയപ്പോൾ ഒരു നിരപ്പ് സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നല്ല പീക്കിലെത്തിയിട്ടുണ്ട്, നല്ല കാഴ്ച കാണാം. പക്ഷേ ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒരുപാട് മരങ്ങൾ ഇവിടെ ചാഞ്ഞ് നിൽപ്പുണ്ട്. കൊടും കാടാണ്. അപ്പോൾ തന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വഴിയാണ്. ഈ ട്രെയിലൂടെ കയറി മേളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു പീക്കിലെത്തും എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ടരാക്കോ ഫുള്ള് കാണാം. ചെങ്കുത്തായ രണ്ട് മലനിരകളും, രണ്ട് സൈഡിലും മലനിരകളാണ്, ടരാക്കോ മലനിരകളാണ്. അതിൻ്റെ ഇടയിലൂടെ ഒഴുകി വരുന്ന അരുവി. ഇപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ അരുവിയിലധികം വെള്ളമൊന്നുമില്ല. അതാണ് ഇവിടുത്തെ കാഴ്ച. ഒഴുകി വരുന്ന അരുവി നമുക്ക് കാണാം. അതിന് കുറുകെയുള്ള പാലങ്ങളും മറ്റുമൊക്കെ കാണാം. അരുവിയിലൂടെ ഒഴുകി വന്ന സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടിയ ഒരു സമതലവും നമുക്കിവിടെ കാണാം. അരുവിക്കുള്ളിൽ തന്നെ ഒരുപാട് ചെറിയ പാറകളും കല്ലുകളും ഒപ്പം പാറപ്പൊടിയും എല്ലാം ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിനിടയിലൂടെയാണ് അരുവി ഒഴുകി പോകുന്നത്. നമ്മളീ പോകുന്ന വഴി നോക്കിയാലും അറിയാം. ഇത് കണ്ടോ, അടുക്ക് പാറകളാണ്, ചെറിയ ചെറിയ മട്ടി അടുക്കാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ശരിക്കും മാർബിൾ പോലത്തെ കല്ലുകളാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ മാർബിൾ കല്ലുകളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള അടുക്ക് മാർബിൾ കല്ലുകളായതുകൊണ്ട്, അപ്പോൾ ഇതൊക്കെ മിനുക്കി കഴിഞ്ഞാൽ നല്ല മാർബിൾ ഡിസൈൻസ് നമുക്ക് കിട്ടുമായിരിക്കും. ഇങ്ങനത്തെ കല്ലുകളായതുകൊണ്ട് തന്നെ അധികം കട്ടിയില്ല. അപ്പോൾ ഇതിങ്ങനെ അടർന്ന് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഇതുണ്ടോ, ഫുള്ള് ഇങ്ങനത്തെ കല്ലുകളാണ്. അപ്പോൾ നമ്മുടെ ഈ നടപ്പാതയുടെ സൈഡിൽ കൂടെയും ഈ കല്ലുകൾ ഇങ്ങനെ അടർന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ ട്രെയിലുകൾ, നമ്മൾ ആദ്യം പോയ ഷാഗഡോങ് ട്രെയിലൊക്കെ ആണെങ്കിലും ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള കല്ല് വീഴ്ചയും പാറ വീഴ്ചയൊക്കെയാണ്. ഈ വേരുകളിലൊക്കെയാണ് ഈ കല്ലുകൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തി. മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ശരിക്കും വ്യൂ. വാവ്, കിടിലൻ വ്യൂ. അപ്പോൾ നമ്മൾക്ക് ഇടത് സൈഡിൽ ആ വലിയ മല, വലത് സൈഡിലും വലിയ മല, മലകൾക്കിടയിലൂടെ വരുന്ന ഒഴുകി വരുന്ന റിവറിൻ്റെ മനോഹരമായ കാഴ്ച. നമ്മൾ വന്ന ആ വഴിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ആ ട്രെയിലിലേക്ക് പോയ വഴിയാണിത്. ഷഗഡാങ് ട്രെയിലിലേക്ക് പോയ വഴിയാണിത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമുക്കത് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന ഈ ട്രെയിൽ ടെറസ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് വന്നത്. ഒപ്പം ഇവിടെ നോക്കുമ്പോൾ ആ റിവർ ഒഴുകി പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ സൂം ചെയ്താലാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പാത്തിൽ കൂടെയാണ് റിവർ ഇപ്പോൾ ഒഴുകി പോകുന്നത്. കാരണം രണ്ട് സൈഡിലും സെഡിമെൻറ്റ്സ് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അടർന്നു വരുന്ന കല്ലും മണ്ണും എല്ലാം ഇങ്ങനെ ഒഴുകി റിവറിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മണലും ഒപ്പം തന്നെ ഈ മാർബിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ റിവറിനകത്തുണ്ട്. ശരിക്കും മാർബിൾ പാറകളാണിത്, കട്ടി കുറഞ്ഞ മാർബിൾ പാറകളാണ് ഈ രണ്ട് മലനിരകളിലും ഉള്ളത്. ഈ സെഡിമെൻറ്റ്സ് എല്ലാം അതുകൊണ്ട് ഒത്തിരി വന്ന് ഈ അരുവികളുടെ രണ്ട് സൈഡിലും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പം ഈ അരുവി നേരെ പോയി പതിക്കുന്നത് പസഫിക് ഓഷനിലേക്കാണ്. നമ്മൾ ഇന്നലെ കണ്ട ഹോളിയൻ, നമ്മൾ ഇന്നലെ കണ്ട ബീച്ചുണ്ടല്ലോ, ആ ബീച്ചിലേക്കാണ് ശരിക്കും ഈ അരുവി പോകുന്നത്, ഒഴുകി പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് മരം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മൾ വന്ന ആ പാലമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഈ അരുവി ഇങ്ങനെ പോയി നേരെ ചെല്ലുന്നത് കടലിലേക്കാണ്. എന്ത് മനോഹരമാണല്ലേ ഈ കാഴ്ച. അങ്ങ് ദൂരെ നമുക്ക് കടലും കാണാം. കടലിൽ കൂടെ കപ്പലുകൾ, ചെറിയ ബോട്ടുകൾ പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ടേക്ക് തുടരുകയാണ്. ഇനി ഈ ട്രെയിൽ ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പുഴുവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കടിച്ചിട്ടൊക്കെ ചൊറിയുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ ഏതാ 700 ഓക്കെ കാണുന്നുണ്ട്. മിക്കവാറും 700 കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഏണ്ട ഓക്കെ ആകുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ
നമ്മൾ നടന്ന് ഒരു തരത്തിൽ നടന്ന് അടുത്തൊരു വ്യൂ പോയിന്റിലെത്തി. അതെ, ട്രെയിൻ ഇനി മുന്നോട്ടുണ്ട്. അബോറിജിനൽസ് താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോഴും മുമ്പേ കണ്ട അതേ വ്യൂ പോയിന്റ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം എന്നുള്ളത് മാത്രം. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളോട് കണ്ടിട്ട് നമുക്ക് ഈ ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇവിടെ നോക്കുമ്പോൾ പാലത്തെ കൂടെ വണ്ടികൾ പോകുന്ന മനോഹര കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ തന്നെ ഈ വഴി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ടണലിൽ കൂടെയാണ് റോഡ് പോകുന്നത്. ഈ റോഡ് വളരെ മനോഹരമായിട്ടുള്ളൊരു റോഡാണ്. ഈ ഒത്തിരി സൂം ചെയ്തിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ താമസിച്ച ആ ഹോട്ടലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം കാണാമെന്ന് തോന്നുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും എന്നാണ് തോന്നുന്നത്. ചിൻചെങ് ടൗൺഷിപ്പ് ഫുള്ള് നമുക്കിവിടെ ഈ ഒരു ടരോക്കോ ഈ ഒരു ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഹൈക്കിംഗ് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡാണ് നമ്മൾ ബസ്സിൽ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് സെഡിമെൻ അടിഞ്ഞു കൂടി കിടക്കുന്നത്. ഇവിടെ മൊത്തം പാറകളും കല്ലുകളും മണലും പൊടിയും ഒക്കെ മാർബിൾ കഷ്ണങ്ങളൊക്കെ അടിഞ്ഞു കൂടി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അതാ അതിലെ ഒരാൾ ഉറുമ്പ് പോകുന്ന പോലെ ഒരാൾ റിവറിൻ്റെ ഉള്ളിൽ കൂടി നടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രനിൽ കൂടെ ഒക്കെ നീലാംസ്ട്രോങ് ഒക്കെ പണ്ട് പോയ പോലെയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പുള്ളിക്ക് ചുറ്റുമുള്ളത്. ഒപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ അരുവിയിലെ വെള്ളം, അവിടെ ഒരു ചെറിയ വെള്ളം അവിടെ പ്രത്യേകം സ്റ്റോർ ചെയ്തേക്കും നമുക്ക് കാണാം. അപ്പോൾ ടരോക്കോ മലനിരകളൊക്കെ അടങ്ങുന്ന ഹാളി എന്ന് പറഞ്ഞാൽ തായ്വാനിൽ ഏറ്റവും കൂടുതൽ എർത്തുകേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പാറയുടെ ഈ സ്വഭാവവും എർത്തുകേക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഈ കല്ലുകൾ താഴേക്ക് പതിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വർഷം തോറും 500-ലധികം എർത്തുകേക്കുകളാണ് ഇവിടെ, ഭൂമികുലുക്കങ്ങളാണ് ഈ ടരോക്കോ നാഷണൽ പാർക്കിൽ അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പാറകൾ ഒരുപാട് അടർന്ന് വീഴാനും ഇവിടെ ഈ വഴികൾ തടസ്സപ്പെടാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കടലും മലനിരകളും ഒരുമിച്ച് ഒരുപോലെ സൗന്ദര്യം, ഒരു ഹിമാലയം പോലെ ഒരു സൈഡ് കടൽ, പസഫിക് ഓഷനും കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. എന്തായാലും ഈ ടൊറോക്കോ നാഷണൽ പാർക്ക് തായ്വാനിലുള്ളവർ വന്ന് കണ്ടിരിക്കേണ്ട മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. ഇപ്പോൾ ട്രെയിനിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.